യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും വന്ദനം ചെയ്യുന്നു. ഇന്ന് ഈ നമ്മുടെ ജനറൽ കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയിൽ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഉത്തരമേഖലാ ഡയറക്ടർ പ്രിയ പാസ്റ്റർ ബാബു വർഗീസ്, ബഹുമാനപ്പെട്ട സൂപ്രണ്ട്, എന്നോടൊപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള മറ്റ് ദൈവത്തിൻ്റെ ദാസന്മാർ, വിശിഷ്ട അതിഥികളായി ഇന്ന് ഈ വേദിയിൽ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, മൂന്ന് മേഖലകളെയും പ്രതിനിധീകരിക്കുന്ന മേഖലാ ഡയറക്ടേഴ്സ്, അസംബ്ലീസ് ബോർഡിൻ്റെ അനുഗ്രഹീതരായ സെക്ഷൻ പ്രൊസ്പിറ്റേഴ്സ്, പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും ശുശ്രൂഷ പരിചയം കൊണ്ടും എന്നെക്കാൾ ശക്തന്മാരായ ദൈവത്തിൻ്റെ ദാസന്മാർ നിരവധി പേർ വേദിയിലും സദസ്സിലുമുണ്ട്. നിങ്ങളെല്ലാവരെയും ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി നാളിതുവരെ ആയുസ്സും ആരോഗ്യവും നൽകി വിശ്വസ്തനെന്ന എന്നീ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ച സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും അർപ്പിക്കുന്നു. നമ്മുടെ ഈ ആണ്ടത്തെ ജനറൽ കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയിൽ യേശുക്രിസ്തുവിൻ്റെ വചനവും അവിടുത്തെ സാക്ഷ്യമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ ഭാഗ്യത്തെ ഓർത്ത് ഒരിക്കൽ കൂടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആണ്ടത്തെ കൺവെൻഷനിൽ പ്രധാനമായി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക എന്നുള്ള ഒരാഹ്വാനമാണ് ഈ ആണ്ടത്തെ ജനറൽ കൺവെൻഷൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ബഹുമാനപ്പെട്ട സൂപ്രണ്ട് ആമുഖത്തിൽ തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ കൃത്യമായി ആ കാര്യങ്ങളെ സൂചിപ്പിക്കാൻ ഇടയായി. കർത്താവിൻ്റെ ദാസനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയുള്ള ദൈവവചന ധ്യാനത്തിന് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് യോശുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായം അതിൽ 23-24 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നു. യോശുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായം 23-24 വാക്യങ്ങൾ. ആകയാൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിലേക്ക് നിങ്ങളുടെ ഹൃദയം ചായ്ക്കുവിൻ എന്ന് അവൻ പറഞ്ഞു. ജനം യോശുവയോട്, ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങൾ സേവിക്കും, അവന്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കും എന്ന് പറഞ്ഞു. മതി. വിശുദ്ധ വേദപുസ്തകത്തിൽ എല്ലാ കാലത്തും സർവശക്തനായ ദൈവത്തിൻ്റെ ആഗ്രഹം മനുഷ്യരോടുകൂടെ വസിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ എല്ലാ കാലത്തുമുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം ആഗ്രഹിച്ചതും അതുതന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച നാൾ മുതൽ ആദാമിനെയും ഹവയെയും സൃഷ്ടിച്ച് ഏദേൻ പൂങ്കാവനത്തിലാക്കിയ സർവശക്തനായ ദൈവം എല്ലാ ദിവസവും സായാഹ്നത്തിൽ അവരോടൊപ്പം വസിക്കുവാൻ, അവരോടൊപ്പം ഇറങ്ങി വന്ന് അവരോടൊപ്പം ഇരിക്കുകയും ഒരു സുഹൃത്ത് പോലെ, അപ്പൻ മക്കൾ എന്ന ബന്ധത്തെ പോലെ ദൈവം എല്ലാ ദിവസവും തൻ്റെ കുഞ്ഞുങ്ങളോടുകൂടെ ആയിരുന്നതും നമുക്കറിയാം. എന്നാൽ കാലങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നുപോയി. മലാക്കി പ്രവചന പുസ്തകം വരെയുള്ള ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ദൈവം എല്ലാ കാലത്തും ഒരപ്പൻ മക്കളെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ച് അവരുടെ ആവശ്യങ്ങളിൽ കൂടിയിരുന്ന് അവരെ എല്ലാ കാലത്തും സർവശക്തനായ ദൈവം നടത്തിയെങ്കിലും ഒരു പരിധിക്ക് അപ്പുറത്ത് മനുഷ്യൻ ദൈവത്തിൽ നിന്നും അന്യപ്പെട്ട് അകന്നുപോയ ഒരു കാലത്തെക്കുറിച്ച് പഴയ നിയമം നമ്മളോട് വിളിച്ചു പറയുന്നു. എല്ലാ കാലത്തും ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവത്തോട് ചേർന്ന് മനുഷ്യൻ ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ കർത്താവ് ഈ ഭൂമിയിലേക്ക് അയച്ചു. 33 കൊല്ലം യേശുക്രിസ്തു ഈ ഭൂമിയിൽ പാർത്തു. മാനവജാതിയുടെ മുഴുവനും പാപവും താൻ ഏറ്റെടുത്ത് മാനവജാതിക്ക് വേണ്ടി അവിടുന്ന് തകർക്കപ്പെട്ടു യാഗമായി മാറി. ആ യേശുക്രിസ്തു തന്നോട് എല്ലാ മാനവരാശിയെ തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ ജനത്തെ മുഴുവനും തന്നോട് ചേർത്ത് നിർത്തുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിച്ചു എന്ന് നമുക്കറിയാം. എന്നിട്ട് ദൈവത്തോട് അടുത്തു വരുന്ന മനുഷ്യൻ എല്ലാ കാലത്തും തൻ്റെ ജീവിത വിശുദ്ധിയോടും ഭക്തിയോടും കൂടെ ദൈവത്തോടു കൂടെ വസിക്കേണ്ടതിന് വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും ദൈവം നൽകി ദൈവം മനുഷ്യനോട് കരുണ കാണിച്ചു. എന്നാൽ വേദപുസ്തകം നമ്മൾ പഠിക്കുന്നത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ജനം ദൈവത്തോട് അകന്നും അടുത്തും ജീവിക്കുന്നത് മനുഷ്യന് ഒരു ശീലമായി മാറി എന്ന് നമ്മൾ കാണുന്നു. എന്ന് പറഞ്ഞാൽ സമൃദ്ധിയും ജീവിതത്തിൽ സുഖ സൗകര്യങ്ങളും വരുമ്പോൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുകയും
എന്നാൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അപ്പോൾ തന്നെ ദൈവത്തോട് ഏറ്റുപറച്ചിലോടും കണ്ണുനീരോടും കൂടെ ദൈവത്തിലേക്ക് അടുത്തു വരുന്ന മനുഷ്യനെയും നമുക്ക് കാണാം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 13-ാമത്തെ അധ്യായം 13-14 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ആസയുടെ കാലത്ത് ഇസ്രായേലിൽ ഒരു നവീകരണം വരുത്തി അവരെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുവാൻ സ്വർഗത്തിൽ ദൈവം ആഗ്രഹിച്ചു. എന്നാൽ ചില കാര്യങ്ങൾ ഒഴിച്ച് ആസയുടെ കാലത്ത് ജനം വിശുദ്ധിക്കും ഭക്തിക്കും നിർമ്മലതയ്ക്കും വേണ്ടി അവർ തയ്യാറായി. ആ കാലത്ത് ഇസ്രായേലിൽ യുദ്ധം നേരിടുന്ന സമയത്ത് വേദപുസ്തകം പറയുന്നു, ആസ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ കാര്യം തീർക്കുവാൻ യഹോവേ നീ അല്ലാതെ ഞങ്ങൾ കാര്യമില്ല. പക്ഷേ യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടിട്ട് ആസയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിന്മേൽ വലിയ വിജയം നൽകിയതായി നമ്മൾ വായിക്കുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവസഭയോട്, അസംബ്ലി സഭയോട്, സമൂഹത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, ഒരു മടങ്ങി വരവിന്റെ കാഹളമാണ് 2024 പ്രഥമ മാസത്തിന്റെ ഒടുവിലത്തെ സമയം. ദൈവസഭയോട് വിളിച്ചു പറയുന്നു, ഒരു ഭാഗത്ത് ദൈവസഭയെ തകർക്കുവാൻ, ദൈവജനത്തെ മുടിക്കുവാൻ ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത വിധം രാജ്യമെമ്പാടും ഭീതിയുടെ നിഴലിലേക്ക് വരുമ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സാന്നിധ്യം ഈ രാജ്യത്ത് വെളിപ്പെട്ടു വരേണ്ടതിന് അസംബ്ലി ബോർഡ് സമൂഹം ദൈവത്തിങ്കിലേക്ക് ആസയെ പോലെ, ആസയുടെ കാലത്ത് ജനം മടങ്ങി വന്നതുപോലെ ഒരു മടങ്ങി വരവിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് നാം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടത്? 1 ശമൂവേലിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അന്ന് ജനം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി എനിക്ക് നല്ല ബോധ്യമുണ്ട്, അസംബ്ലി സഭയോട് സമൂഹത്തിൽ ഈ പ്രഥമ ദിവസം ഈ ഗ്രൗണ്ടിലായിരിക്കുന്ന ജനം ഒട്ടുമിക്ക ആളുകളും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാഭിഷേകം പ്രാപിച്ചവരോടാണ് പ്രസംഗിക്കുന്നതെന്ന് ഉത്തമമായ ബോധ്യമുണ്ട്. ഈ രാത്രി ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് നിങ്ങൾക്ക് അംഗീകരിക്കാം, നിങ്ങൾക്ക് നിഷേധിക്കാം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, അന്ന് ജനം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തു. എന്താണ് പ്രിയരെ പാപം? പാപത്തെ കുറിച്ച് വചനം പറയുന്നത് ലക്ഷ്യം തെറ്റുന്നതാണ് പാപം. പാപം എന്ന വാക്കിന്റെ പരമമായ അർത്ഥം എന്ന് പറയുന്നത് ലക്ഷ്യം തെറ്റുക എന്നാണ്. ഒരു മനുഷ്യൻ, ഒരു അമ്പ് എയ്യുന്ന ഒരു മനുഷ്യൻ അവന്റെ ഉദ്ദേശത്തിൽ നിന്ന് ആ അമ്പ് മാറിപ്പോകുക എന്ന അർത്ഥത്തോടു കൂടെയാണ് പാപം എന്നൊരു വാക്ക് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ രാത്രിയിൽ ദൈവസഭയോട് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിനും, ദൈവം നൽകിയ സമയത്തിനും, ദൈവം നൽകിയ ആയുസ്സിനും, ദൈവം നൽകിയ ആരോഗ്യത്തിനും ഘടകവിരുദ്ധമായി വാക്കിനാലോ പ്രവർത്തിയാലോ ജീവിതത്താലോ ദൈവിക പ്രമാണത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചെങ്കിൽ അത് പാസ്റ്റർമാരാകട്ടെ, അത് വിശ്വാസികളാകട്ടെ, ബൈബിൾ പറയുന്നു നിന്റെ ലക്ഷ്യം തെറ്റിപ്പോയി. ഇന്ന് രാത്രി മടങ്ങി വരാൻ ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയോട് വിളിച്ചു പറയുന്നു. ഒരിക്കൽ കൂടി ഞാൻ ആ വാക്ക് ആവർത്തിച്ചു പറയുന്നു, ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ദൈവം ഏൽപ്പിച്ച സമയം, ദൈവം തന്നിരിക്കുന്ന ആയുസ്, ദൈവം നൽകിയ ആരോഗ്യം, ദൈവം നൽകിയിരിക്കുന്ന പണം, അതിന് വിരുദ്ധമായി ദൈവിക വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ഈ വക കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വേദപുസ്തകം പറയുന്നു നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോയി. ഇന്ന് രാത്രി കണ്ണുനീരോട് വിളിച്ചു പറയണം, ഞങ്ങൾ പാപം ചെയ്തു പോയി എന്ന് വിളിച്ചു പറയാൻ അസംബ്ലി സഭയോട് സമൂഹം തയ്യാറാകുമെങ്കിൽ, അസംബ്ലി സഭയോട് സമൂഹം മാത്രമല്ല രാജ്യത്ത് നിലനിൽക്കുന്ന സകല പെന്തക്കോസ് സമൂഹം പോരാ, സകല ക്രൈസ്തവ സമൂഹത്തിനും ദൈവപ്രവൃത്തിയുടെ പ്രത്യക്ഷത ഉണ്ടാകാൻ ഇന്ന് രാത്രി നാം വിളിച്ചു പറയണം, ഞങ്ങൾ പാപം ചെയ്തു പോയി, ഞങ്ങൾ ലക്ഷ്യം തെറ്റിപ്പോയി. നോക്കൂ, യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നത് കേവലം വസ്ത്രധാരണത്തിൽ ഒരു മടങ്ങിവരവിനെ കുറിച്ചല്ല. വസ്ത്രധാരണത്തിന്റെ വെണ്മയല്ല ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. മനുഷ്യനൊരു ഭംഗിക്ക് വേണ്ടി വസ്ത്രങ്ങളോട് ആഭിമുഖ്യം കാണിക്കുമ്പോഴും ബൈബിൾ പറയുന്നു, വസ്ത്രങ്ങളെയല്ല നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറുവീൻ. പുറമേ ഒരു നിലവിളിയല്ല, അകത്തു നിന്നൊരു നിലവിളി ഉയരണം. പുറമേ ഒരു കരച്ചിലല്ല, അകത്തു നിന്നൊരു കരച്ചിൽ രാത്രി ദൈവസഭയുടെ അകത്തു നിന്നുണ്ടാകണം. നിങ്ങൾ നോക്കൂ, എവിടെയാണ് ദൈവത്തിന്റെ സഭ മടങ്ങി വരേണ്ടത്? വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് 1 ശമൂവേലിന്റെ പുസ്തകം 4, 7, 8 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, ജാതികൾക്ക് നമ്മുടെ ദൈവത്തെ ഭയമാണ്. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കൂ. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കൂ. ഈ എഴുതപ്പെട്ട പ്രമാണം കൈവശം ഇരിക്കുന്നത് കൊണ്ടും
രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയുടെ അംഗമായിരിക്കുന്നു എന്നും അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന ദൈവസഭയേക്കാൾ, ദൈവജനത്തെക്കാൾ ജാതികൾക്ക് നമ്മുടെ ദൈവത്തെ ഭയമാണ്. അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ അവർ ഭയപ്പെട്ടു പോയി. ഇന്ന് രാത്രി ദൈവശക്തി അനുഭവിക്കുന്ന ദൈവജനത്തോട്, രക്ഷയുടെ ദൂത് ഏറ്റെടുത്ത ദൈവജനത്തോട്, യേശുവിന്റെ വചനത്താൽ രക്ഷിക്കപ്പെട്ട ദൈവസഭയോട് ഞാൻ വിളിച്ചു പറയുന്നു, ജാതികൾക്ക് നമ്മുടെ ദൈവത്തെ ഭയമാണ്. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ സഭ ഇന്ന് രാത്രി വിളിച്ചു ചോദിക്കണം, അവനവനോട് വ്യക്തിപരമായി ചോദിക്കണം, ദൈവത്തെ ഭയമുള്ള എത്ര പേർ ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്നു? വേദിയിലായിരിക്കുന്നവരെ, സദസ്സിലിരിക്കുന്നവരെ, ഉപദേശിമാരെ, ദൈവത്തിന്റെ സഭയെ, ദൈവത്തെ ഭയമില്ലാതെ അകന്നിരിക്കുന്ന ഒരു തലമുറയെ നോക്കി ദൈവാത്മാവ് വിളിച്ചു പറയുന്നത്, ദൈവത്തെ ഭയപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ തന്ന ഒരു ദൈവിക ദൂത് ദൈവസഭയോട് ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരും ആത്മികമായും ഭൗതികമായും സമ്പന്നരുമായ നിരവധി ആളുകൾ വേദിയിലും സദസ്സിലും ഇരിപ്പുണ്ട്. ഞാൻ വിളിച്ചു പറയുന്നു, നമ്മുടെ മിടുക്കുകൊണ്ടോ കഴിവുകൊണ്ടോ നമ്മുടെ സവിശേഷമായ കൃപ കൊണ്ടോ അല്ല നിനക്ക് പണമുണ്ടായെങ്കിൽ പണമുണ്ടായത്, പദവി ഉണ്ടായെങ്കിൽ പദവി ഉണ്ടായത്, സ്ഥാനങ്ങളും മാനങ്ങളും ഉണ്ടായെങ്കിൽ അതിന്റെ പേര് ദൈവത്തിന്റെ കൃപ. ഈ രാത്രി എന്നോട് ചേർന്ന് എത്ര പേർ വിളിച്ചു പറയും, ഇത് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ? ശബ്ദമുയർത്തി വിളിച്ചു പറയട്ടെ. ഈ പ്രഥമ രാത്രി ദൈവത്തിന്റെ സഭ വിളിച്ചു പറയട്ടെ, ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ അല്പം കൂടെ വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ സുഖിച്ച് സുഖത്തോടെ ജീവിക്കുന്ന ഈ തലമുറയ്ക്ക് തൊട്ടു മുമ്പും അതിനു മുമ്പും ഒരു തലമുറയുണ്ടായിരുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരും ഒരു നേരത്തെ അന്നത്തിന് ഗതിയില്ലാത്തവരും ആക്ഷേപങ്ങളും നിന്ദകളും സഹിച്ച് ആലയം മുതൽ അവരുടെ വീട് വരെ ആക്ഷേപവും തല്ലും കൊണ്ട് ജീവിച്ച ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു. അതിൽ ഭൂരിഭാഗം സ്ത്രീകളും പുരുഷന്മാരും ദൈവത്തിന്റെ ദാസന്മാരും ഉണ്ടായിരുന്നു. അവർക്ക് അന്നത്തിനുള്ള വകയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരാധനകളിൽ കൃത്യസമയം പാലിക്കുമായിരുന്നു, ദൈവത്തിന്റെ ദാസന്മാരെ ബഹുമാനിക്കുമായിരുന്നു, ദൈവസഭയോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുമായിരുന്നു. അന്ന് അവർ വിശുദ്ധിക്കും വേർപാടിനും കൊടുത്ത വിലയാണ് ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം, ഇരിക്കുന്ന ഈ കസേര, ഇത് സകലതും അന്ന് വില കൊടുത്ത ദൈവദാസന്മാരുടെ വിശുദ്ധിയുടെ അതിന് ദൈവം കൊടുത്ത പ്രതിഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സകല സുഖ സൗകര്യങ്ങളും. മൈലുകളോളം നടന്നുപോയ വിശുദ്ധന്മാർ, വഴിയരികിൽ പിഴഞ്ഞു വീണുപോയ വിശുദ്ധന്മാർ, ആക്ഷേപങ്ങളും നിന്ദകളും മാത്രം സഹിച്ചവർ, അവർ കൊടുത്ത വിലയാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷം, ഈ മനോഹരമായ പന്തൽ. അതിനും അവരുടെ കണ്ണുനീരിന്റെ മണമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ കാലങ്ങൾ ചിലത് കഴിഞ്ഞു. ഭവനമില്ലാതിരുന്നവരും വാഹനമില്ലാതിരുന്നവരും വണ്ടിയും വള്ളവും ഇല്ലാതിരുന്നവരും അവരുടെ കണ്ണുനീരിന് അടുത്ത തലമുറയോട് ദൈവം കരുണ കാണിച്ചപ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നുപോയി. രക്ഷിക്കപ്പെട്ടു എന്ന് പേര് പറയുമ്പോഴും, സ്നാനപ്പെട്ടു എന്ന് പേര് പറയുമ്പോഴും, സ്ഥാനങ്ങളും മാനങ്ങളും ഉണ്ടെന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയുമ്പോഴും മനസ്സാക്ഷി വഞ്ചിക്കാതെ ഇന്ന് രാത്രി നെഞ്ചിൽ കൈവച്ച് വിളിച്ചു പറയാമോ, ഞാൻ എന്റെ കർത്താവിനോട് ചേർന്നിരിക്കുന്നു എന്ന് തന്റെ ഇടത്തോടെ പറയാൻ ആർക്ക് കഴിയും? ഇന്ന് രാത്രി ദൈവസഭ ദൈവനിയോഗം വിട്ടു മാറിയെങ്കിൽ നീ ലക്ഷ്യം തെറ്റിപ്പോയി. രക്ഷിക്കപ്പെട്ടത് ശരിയാണ്, സ്നാനപ്പെട്ടത് ശരിയാണ്, ലക്ഷ്യം തെറ്റിപ്പോയെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറ, ഞങ്ങൾ ദൈവത്തോട് പാപം ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി വിളിച്ചു പറയാൻ, കരയാൻ ഒരു മാനക്കേടും തോന്നേണ്ടതില്ല. ഈ രാത്രി വിളിച്ചു പറയണം, ഞങ്ങൾ തെറ്റിപ്പോയി, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാതെ പോയി, ദൈവഭയമില്ലാത്തവരായി പോയി, ആലയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പോകുന്നവരായി മാറി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൈവസഭയോട് വിളിച്ചു പറയുന്നത്, നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോയി. നാം ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം. കൊടുക്കാൻ ദൈവത്തിന് അറിയാമെങ്കിൽ എടുക്കാനും ദൈവത്തിന് അറിയാം. ആ വാക്കൊരിക്കൽ കൂടെ പറയുന്നു, ദൈവത്തിന് നൽകാൻ അറിയാമെങ്കിൽ ദൈവത്തിന് അത് എടുക്കാനും അറിയാം. അത് ആയുസ്സെങ്കിൽ ആയുസ്, ആരോഗ്യമെങ്കിൽ ആരോഗ്യം, പണമെങ്കിൽ പണം, ധനമെങ്കിൽ ധനം. ആകയാൽ ഇന്ന് രാത്രി വേദപുസ്തകം പറയുന്നു, എളിയാതെ ഭയപ്പെടുക, എളിയാതെ ഭയപ്പെടുക, എളിയാതെ ഭയപ്പെടുക. ദൈവഭയം നഷ്ടപ്പെട്ടപ്പോ പ്രാപിച്ച ദൈവകൃപകൾ പോലും പുറകിലേക്ക്
വലിച്ചെറിഞ്ഞ് അവനവന് ബോധിച്ചതുപോലെ ജീവിക്കുന്ന ആധുനിക പെന്തക്കോസ്ത് സമൂഹമേ, ഈ രാത്രി ദൈവത്തിലേക്കൊന്ന് മടങ്ങി വരാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നോക്കൂ, ആവർത്തന പുസ്തകം 30-10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ തിരികെയും പിതാക്കന്മാർ അങ്ങനെ നീ ചെയ്താൽ പിതാക്കന്മാരിൽ പ്രസാദിച്ചതുപോലെ നിന്നിലും ദൈവം നന്മയ്ക്കായി പ്രസാദിക്കും. ഈ 2024 അസംബ്ലി സമൂഹത്തോട് ദൈവം നന്മയ്ക്കായി പ്രസാദിക്കാൻ, ആത്മികമായും ഭൗതികമായും മാനസികമായും ശാരീരികമായും നന്മയ്ക്കായി ദൈവം പ്രതികരിക്കേണ്ടതിന് ഇന്ന് രാത്രിയിൽ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരയണം. ഏറ്റവും ഒടുവിലായി ഇന്ന് രാത്രി നിങ്ങളോട് വിളിച്ചു പറയാനുള്ളത്, എന്തിനു വേണ്ടി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം? ഈ കൺവെൻഷൻ യോഗത്തിന്റെ, ഈ നമ്മുടെ ജനറൽ കൺവെൻഷന്റെ പ്രഥമ രാത്രി മുതൽ അവസാനിക്കുന്ന ഞായറാഴ്ച പകൽ വരെ ഇവിടെ പ്രസംഗിക്കുന്നത് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ടതിന്റെ ആവശ്യകത എന്താണ്? സാധാരണഗതിയിൽ ഭൗതികമാണ് മനുഷ്യനെ ദൈവത്തോട് പലപ്പോഴും അടുപ്പിക്കുന്നത്. രോഗമാണ് ദൈവത്തോട് മനുഷ്യനെ അടുപ്പിക്കുന്നത്. ഒരു പ്രശ്നം വരട്ടെ ദൈവത്തോട് അടുക്കാം എന്ന് പറയുന്നവരാണ് ഈ കാലഘട്ടത്തിന്റെ ഒരു ശാപമായി മാറിയിരിക്കുന്നത്. എന്നാൽ വേദപുസ്തകം പറയുന്നു, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശവും ദൈവിക പദ്ധതിയും ദൈവത്തിന്റെ സഭ അറിഞ്ഞിരിക്കണം. സകല ആളുകളും വളരെ പ്രാർത്ഥനയോടിരിക്കണം. ആ കരങ്ങളെ ഉയർത്തി, ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കുമോ? ഒരിക്കൽ കൂടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. എന്തിനു വേണ്ടിയാണ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ടത്? നോക്കൂ, പഴയ നിയമത്തിൽ അനുഗ്രഹീതനായ ഒരു ദൈവത്തിന്റെ ഭക്തനായിരുന്നു മോശ. ആ മോശയുടെ 40 വർഷത്തെ തന്റെ ശുശ്രൂഷ കാലയളവിൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു വസ്തുത, ഒരിക്കൽ പോലും തന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മോശ പ്രാർത്ഥിച്ചിട്ടില്ല. തന്റെ സ്ഥാനത്തിന് വേണ്ടിയോ മാനത്തിന് വേണ്ടിയോ മോശ ഒരിക്കലും പ്രാർത്ഥിച്ചില്ല. എന്നാൽ പ്രാർത്ഥിച്ചത് മുഴുവനും ജനത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ പഠനത്തിൽ, എൻ്റെ വായനയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ മോശ തനിക്കായി പ്രാർത്ഥിച്ചുള്ളൂ. അതിതായിരുന്നു, എനിക്ക് ദൈവമേ അങ്ങയുടെ മുഖം ഒന്ന് കാണണം. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിന്റെ മുഖം ഒന്ന് കാണുവാൻ? രാജ്യത്തിന്റെ ഭരണാധികാരികളെ കാണുന്നതിനേക്കാൾ, ആത്മീയ നേതാക്കന്മാരുടെ മുഖം കാണുന്നതിനേക്കാൾ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ജീവനം നൽകിയ യേശുവിന്റെ മുഖത്തെ കാണാൻ വാഞ്ചയുള്ള എത്ര പേരുണ്ട്? അവരുടെ കരങ്ങളെ ഒന്ന് ചേർത്ത് തട്ടി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. മോശ ദൈവത്തോട് പറഞ്ഞത്, ദൈവമേ എനിക്ക് അങ്ങയുടെ മുഖം ഒന്ന് കാണണം. നിങ്ങൾ നോക്കൂ, ഈ ആവശ്യം പറയുമ്പോഴെല്ലാം ദൈവം ആ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു പോകുന്നതായി നമ്മൾ വായിക്കുന്നു. എന്നാൽ ഒരു ദിവസം മോശ ദൈവത്തോട് കരയുമ്പോൾ വേദപുസ്തകം പറഞ്ഞു, പുറപ്പാട് പുസ്തകം 33:17 മുതലുള്ള വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ, അന്ന് ദൈവം മോശയോട് പറഞ്ഞു, മോശേ, എന്നെ കണ്ടിട്ട് ആരും ഇന്നവരെ ജീവനോടിരുന്നിട്ടില്ല. നീ എന്റെ ഭക്തനാണ്. നീ അകാലത്തിൽ മരിച്ചു പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നീ ആവശ്യപ്പെട്ടിട്ടും ഞാൻ നിന്റെ മുമ്പിൽ വരാതിരുന്നത്. എങ്കിലും നീണ്ട 38 വർഷത്തെ തന്റെ പ്രാർത്ഥനയുടെ സബലീകരണം എന്ന വണ്ണം ദൈവം സമ്മതിച്ചിട്ട് പറഞ്ഞു, നീ ഒരു ദിവസം ഇന്ന സ്ഥലത്ത് ഇന്ന ഇടത്ത് നീ വരണം. അവിടെ വച്ച് നിനക്ക് എന്നെ അല്പമായി കാണുവാൻ കഴിയും. അങ്ങനെ മോശ, ആ ഭാഗങ്ങൾ വായിക്കൂ, പുറപ്പാട് 33-ാമത്തെ അധ്യായത്തിൽ മോശ ദൈവം കൽപ്പിച്ച സ്ഥലത്ത്, ദൈവം പറഞ്ഞ അതേ ഇടത്ത് മോശ വന്നു. മോശ വരുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, അവിടെ ഒരു പിളർന്ന പാറ നിനക്ക് കാണാം. ആ പാറയുടെ വിള്ളലിലേക്ക് നീ കയറി നിൽക്കണം. നിന്റെ ശരീരമോ ഉടലോ അത് പുറത്തു വരരുത്. നിന്റെ നോട്ടം മാത്രമേ പുറത്തു വരാൻ പാടുള്ളൂ. നിന്റെ ശരീരം മറഞ്ഞിരിക്കേണ്ടത് ആ പിളർന്ന പാറയ്ക്കകത്താണ്. അങ്ങനെ മോശയോട് ദൈവം പറഞ്ഞ വ്യവസ്ഥയനുസരിച്ച് മോശ ആ പിളർന്ന പാറയുടെ വിള്ളലിലേക്ക് അവൻ കയറി നിന്നു. വേദപുസ്തകം പറയുന്നു, ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അങ്ങാകലെ തീ കത്തുന്ന തീ ജ്വാലയിൽ എന്റെ കർത്താവ് സഞ്ചരിക്കുന്നത് മോശ പാറയുടെ വിള്ളലിൽ നിന്ന് കാണുകയാണ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, വേദപുസ്തകം പറയുന്നു, തന്റെ
ദൈവത്തിന്റെ മുഖം നേരിട്ട് അവൻ കാണാതിരിക്കാൻ യഹോവയായ ദൈവം അവിടുത്തെ കൈകൊണ്ട് തന്റെ മുഖത്തെ ഒന്ന് മറച്ചിരുന്നു. എങ്കിലും മോശ നോക്കി കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയണ്ടേ? ദൈവത്തിന്റെ ഒരു വശം പിൻഭാഗം അവനൊന്ന് കണ്ടു. അവൻ സന്തോഷത്തോടെ തിരിച്ചു വന്നു. ചില നാളുകൾ കഴിഞ്ഞപ്പോ ദൈവം മോശയോട് ഒരു കാര്യം പറഞ്ഞു. മോശേ, ഞാൻ നിന്നോട് പാറമേൽ നീ വടി നീട്ടാൻ പറയുമ്പോ നീ വടി നീട്ടുന്നതിന് പകരം പാറയുടെ മേൽ അടിച്ചതുകൊണ്ട് നീ കനാൻ ദേശത്തിൽ പ്രവേശിക്കുകയില്ല. ഇത് കേട്ടിട്ട് മോശയ്ക്ക് ഒരു സങ്കോചനം തോന്നിയില്ല. മോശയ്ക്ക് ഒരു സങ്കടം തോന്നിയില്ല. ലോകത്തിൽ ആരാണേലും സങ്കടപ്പെട്ടു പോകും. നീണ്ട 40 വർഷക്കാലം ആറ്റും തുപ്പും സഹിച്ച് ഈ ജനത്തെ നടത്തിയിട്ട് ഏറ്റവും ഒടുവിൽ വാഗ്ദത്ത ദേശമായ കനാൻ എനിക്ക് കാണാൻ കഴിയില്ലെന്നോ, പറ്റില്ല കർത്താവേ എന്ന് പറയുന്നതിന് പകരം മോശ പറഞ്ഞു, ഞാൻ റെഡിയാണ്, എനിക്ക് കനാൻ ദേശത്തിൽ പോകണ്ട. മോശയോട് ചോദിക്കൂ, മോശേ, ഈ 40 കൊല്ലത്തെ ജീവിതത്തിന്റെ ഒടുവിൽ വാഗ്ദത്ത ദേശം വേണ്ട എന്ന് പറയാൻ ദൈവം പറഞ്ഞപ്പോ അതേ കർത്താവേ യെസ് എന്ന് പറയാൻ നിനക്കുണ്ടായ ചേതോവികാരം എന്തെന്ന് ചോദിച്ചാൽ അവൻ പറയും, നശിച്ചു പോകുന്ന തേരും പാലിനേക്കാൾ കനാൻ ദേശത്തേക്കാൾ എനിക്ക് കാണാൻ ആവേശം എന്റെ ദൈവത്തിന്റെ പൊന്നുമുഖം കാണുവാൻ. ഈ ലോകത്തിലെ ഏത് കാഴ്ചകളെക്കാൾ, ഈ ലോകത്തിലെ ഏത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെക്കാൾ, ഈ ലോകത്തിലെ ഏത് ഭംഗിയേക്കാൾ ഇന്ന് രാത്രി അസംബ്ലി സമൂഹമേ, നാം ഈ പുസ്തകം എടുത്ത് ഇറങ്ങിയത് വീടും വാഹനങ്ങൾക്ക് വേണ്ടിയല്ല. അതിനപ്പുറത്ത് എന്റെ ദൈവത്തിന്റെ മുഖം കാണാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ ലക്ഷ്യം തെറ്റിപ്പോയെങ്കിൽ ഇന്ന് രാത്രി കണ്ണുനീരോടെ വിളിച്ചു വരാ, എനിക്ക് എന്റെ ദൈവത്തെ കാണണം, ദൈവമേയുടെ മുഖം എനിക്കൊന്ന് കാണണം, അവിടുത്തെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം. ഈ പന്തലിൽ അനുഭവിക്കുന്നതിനേക്കാൾ മുഖാമുഖമായി എന്റെ ദൈവത്തെ ഒന്ന് കാണണം. രക്ഷിക്കപ്പെട്ടവന്റെ ആഗ്രഹം അതായിരിക്കണം. സ്നാനപ്പെട്ടവന്റെ ലക്ഷ്യം അതായിരിക്കണം. ഇന്ന് രാത്രി ലക്ഷ്യമതാണ് എന്ന് പാടിയാൽ പോരാ, എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതി എന്ന് പാടിയാൽ പോരാ. നിറ കണ്ണുകളോട് പറ, എനിക്ക് എന്റെ ദൈവത്തെ കണ്ടാൽ മതി. നോക്കൂ, പിസ്കയുടെ മുകളിൽ ചെന്ന് നിന്ന് കനാൻ ദേശം ഒന്ന് നോക്കി അവിടെ വെച്ച് തന്റെ പ്രാണനെ വിടുമ്പോഴും മോശയുടെ മുഖത്തെ പുഞ്ചിരിയുടെ രഹസ്യം ഇതാണ്: തേരും പാലും ഒഴുകുന്നത് കാണുന്നതിനേക്കാൾ ഏറ്റവും വലുത് ദൈവത്തെ കാണുക. ഇന്ന് രാത്രിയിൽ ഈ ഭൂമിയിലെ കാഴ്ചകൾക്ക് വേണ്ടി പരക്കം പായുന്ന സമൂഹമേ, ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവരെ, ദൈവിക ലക്ഷ്യത്തിൽ നിന്നും വിട്ടുപോയ പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് സ്നാനപ്പെട്ടെങ്കിലും ഒരു കാലത്ത് ദൈവകൃപ അനുഭവിച്ചെങ്കിലും കാലത്തിന്റെ കുത്തൊഴുക്കിൽ പെട്ടുപോയി ആത്മീയം നഷ്ടപ്പെട്ടു പോയവരെ, ഇന്ന് രാത്രി വിളിച്ചു പറ, ദൈവമേ എനിക്ക് അങ്ങയുടെ പൊന്നുമുഖം ഒന്ന് കാണണം. ദൈവം നഷ്ടപ്പെട്ടു പോയൊരു തലമുറ, ദൈവകൃപ നഷ്ടപ്പെട്ടു പോയൊരു തലമുറ, ദൈവത്തെ കാണേണ്ടതിന്റെ ആവശ്യകത മറന്നുപോയൊരു തലമുറ ഇന്ന് രാത്രി വിളിച്ചു പറയണം, എനിക്ക് എന്റെ കർത്താവിനെ കാണണം. ഇതാ വേദപുസ്തകം പറയുന്നത്, വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ വായിക്കുന്നു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവിടുന്ന് മനുഷ്യരോടുകൂടെ വസിക്കും. അവൻ അവരുടെ കണ്ണുനീരുകളെല്ലാം തുടച്ചു കളയും. ഇവിടെ കണ്ണുനീര് തീരുമെന്ന് നീ പ്രതീക്ഷിക്കരുത്, ഇവിടെ സങ്കടം തീരുമെന്ന് നീ പ്രതീക്ഷിക്കരുത്, ഇവിടെ നിന്റെ കഷ്ടത തീരുമെന്ന് പ്രതീക്ഷിക്കരുത്. ഒരു കഷ്ടത തീരുമ്പോൾ അടുത്തൊരു കഷ്ടത നിന്നെ എതിരേക്കാം. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന്റെ മുഖം നേർക്ക് നേരെ കാണുന്ന ദിവസമല്ലാതെ, നമ്മുടെ അരുമനാഥന്റെ മുഖം നേർക്ക് നേരെ കാണുന്ന ദിവസമല്ലാതെ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം വരികയില്ല. ദൈവസഭയെ ലക്ഷ്യത്തിലേക്ക് മടങ്ങി വരുവീൻ. ഒരു ചിന്ത കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമുക്കറിയാം, ദൈവസഭയ്ക്ക് ഇന്ന് ഒരു കാലത്ത് കഷ്ടത വരുമ്പോൾ, പീഡനങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിന്റെ ദാസന്മാരും ദൈവസഭയും ദൈവത്തിന്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. കാലങ്ങൾ ചിലത് കഴിഞ്ഞു. എന്താണ് സംഭവിച്ചത്? ആളുകൾ രാഷ്ട്രീയക്കാരുടെ പുറകിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പുറകിലും തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പരക്കം പായുമ്പോൾ, ഈ രാത്രി ഞാനൊരു വെളിപ്പാട് നിങ്ങളോട് പറയാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടു പറഞ്ഞ ഒരു കഥ എനിക്ക് ഓർമ്മ വരികയാണ്. ഒരിക്കലും കാട്ടിലൊരു ആനയുണ്ടായിരുന്നു. ആ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഒരു ആനയായിരുന്നു. പക്ഷെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഈ ആന ശാരീരികമായി രോഗിയായി. ഈ ആന രോഗിയായി, ഈ ആന കിടപ്പിലായപ്പോ കാട്ടിലെ സകല മൃഗങ്ങളും ഈ ആനയുടെ ക്ഷേമം അന്വേഷിച്ചു വന്നു. എല്ലാവരും സങ്കടപ്പെട്ടു. ഒടുവിൽ കാട്ടിലെ മൃഗങ്ങളെല്ലാം കൂടി തീരുമാനിച്ചു, നമ്മുടെ ആനച്ചാരെ എങ്ങനെയും ഒന്ന് രക്ഷിക്കണം. എങ്ങനെയാണ് രക്ഷിക്കേണ്ടത്? അപ്പൊ ഭൂരിപക്ഷം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവര് ഒരു വൈദ്യരെ കാണാൻ തീരുമാനിച്ചു.
അങ്ങനെ വൈദ്യരെ വരുത്തി. വൈദ്യൻ വന്നു, ആനയെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ആനയ്ക്കൊരു മേജർ ഓപ്പറേഷന്റെ ആവശ്യമുണ്ട്. പക്ഷേ അപ്പം ബാക്കിയെല്ലാവരും പറഞ്ഞു, ഓപ്പറേഷൻ കൊണ്ട് ആനയുടെ ജീവൻ രക്ഷപ്പെടുമെങ്കിൽ എത്രയും വേഗം അത് ചെയ്യണം. പക്ഷെ അത് ചെയ്യാൻ വൈദ്യൻ തയ്യാറാണ്. പക്ഷെ വൈദ്യൻ അടുത്ത് പറഞ്ഞു, ആനയ്ക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ധാരാളം രക്തം വാർന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആനയ്ക്ക് ആവശ്യമായ രക്തം നിങ്ങൾ തയ്യാറാക്കിയാൽ സ്വാഭാവികമായി എപ്പോൾ വേണേലും സർജറി ചെയ്യാം. പക്ഷേ ആനയ്ക്ക് ആവശ്യമായ ബ്ലഡ് കൊടുക്കാൻ ആ കാട്ടിൽ ഒരു മൃഗങ്ങൾക്കും കഴിയാത്ത ഒരു അവസ്ഥയിൽ ആന അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് നീങ്ങുകയാണ്. ഈ സമയം വളരെ വിദൂരത്തിൽ നിന്ന് ആനയുടെ രോഗവിവരം അന്വേഷിച്ച് ഒരു ഉറുമ്പ് വന്നു. ഉറുമ്പ് വന്ന് ആനയുടെ മേത്തൂടെ കയറി ചെവിയുടെ അടുക്ക ചെന്നു. രോഗവിവരമൊക്കെ അന്വേഷിച്ചു, പുറത്തോട്ടിറങ്ങി ബാക്കിയുള്ളവരോട് സംസാരിച്ചു, ഇതിനൊരു പരിഹാരമില്ലേ? അപ്പൊ എല്ലാവരും പറഞ്ഞു, ആനയ്ക്ക് സർജറി വേണമെന്ന് വൈദ്യൻ പറഞ്ഞിരിക്കുന്നു. പക്ഷേ അപ്പൊ ഉറുമ്പ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് ഒരു സർജറി ചെയ്യുന്നതല്ലേ ആവശ്യം? അപ്പൊ പറഞ്ഞു, ആനയ്ക്ക് ആവശ്യമായ ബ്ലഡ് കൊടുക്കാൻ ഈ കാട്ടിൽ ഒരു മൃഗങ്ങൾക്ക് സാധ്യമല്ല, അതുകൊണ്ടാണ് സർജറി വൈകുന്നത്. അല്പസമയം ഉറുമ്പൊന്ന് ചിന്തിച്ചു. എന്നിട്ട് ഉറുമ്പ് വീണ്ടും ആനയുടെ മേത്തൂടെ കയറി ചെവിയുടെ അടുക്ക ചെന്നു. എന്തോ മന്ത്രിച്ചതും ആനയുടെ ബോധം പോയി. അപ്പൊ ഇത് കണ്ടപ്പോ ബാക്കി എല്ലാ മൃഗങ്ങളും പറഞ്ഞു, എടാ ആനയ്ക്ക് രോഗമുണ്ടായിരുന്നെങ്കിലും ഇതുവരെ ആനയ്ക്ക് ബോധമുണ്ടായിരുന്നു. പക്ഷെ ഇവൻ രണ്ടാമത്തെ പ്രാവശ്യം അടുക്ക ചെന്ന് ചെവിയിലെന്തോ പറഞ്ഞതും ആനയുടെ ബോധം പോയി. അപ്പൊ എല്ലാ മൃഗങ്ങളും കൂടി ചേർന്ന് ഉറുമ്പിനെ തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, രണ്ടിലും നീ എന്താണ് ഇപ്പോൾ ആനച്ചാരോട് പറഞ്ഞത്? അത് പറഞ്ഞിട്ടേ പോകാൻ പറ്റൂ. അവസാനം ഉറുമ്പ് പറഞ്ഞു, അയ്യോ ഞാൻ വളരെ സ്നേഹിക്കുന്ന സുഹൃത്താണ്, ദോഷമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവസാനം വീണ്ടും അവർ നിർബന്ധിച്ചപ്പോ പറഞ്ഞു, രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞത് ആനയ്ക്ക് ഗുണം വരുന്ന ഒരു കാര്യമാണ്. എന്താ നീ പറഞ്ഞത്? സർജറിയുടെ ദിവസം തീരുമാനിച്ചോ, ആവശ്യമായ ബ്ലഡ് ഞാൻ തരാമെന്ന് പറഞ്ഞതാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഈ പുസ്തകമെടുത്ത് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ ദൈവത്തിന്റെ ജനമേ, ആനയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ ഉറുമ്പ് തയ്യാറായതുപോലെയാണ് ദൈവസഭയ്ക്ക് സംരക്ഷണ തരാമെന്ന് പറയുന്നതെന്ന് ദൈവത്തിന്റെ സഭ ഇന്ന് രാത്രി അറിഞ്ഞിരിക്കണം. വേദപുസ്തകം പറയുന്നു, ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല, രാപ്പകലില്ലാതെ ഇടതടവില്ലാതെ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി വിടിവിക്കുന്ന ഒരു ദൈവത്തെക്കാൾ അപ്പുറത്ത് ഈ രാജ്യത്തിൽ മറ്റൊരു സുരക്ഷ ദൈവസഭയ്ക്കുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു അത് പോസ്റ്റാണ്. കാരണം ദൈവസഭയുടെ സംരക്ഷകൻ ദൈവത്തിന്റെ സർവശക്തനായ ദൈവമാണ്. അവിടുത്തെ ചങ്ക് തകർന്നെങ്കിൽ, അവിടുത്തെ രക്തം അവർക്ക് വേണ്ടി ഊറ്റി തന്നെങ്കിൽ നിന്നെ പോറല് കൂടാതെ സൂക്ഷിക്കാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി പാപത്തെ വിട്ട്, അവിഹിത ബന്ധങ്ങളെ വിട്ട്, അശുദ്ധ നടപടികളെ വിട്ട്, ഇന്ന് രാത്രി തെറ്റായ ക്രയവിക്രയങ്ങളെ വിട്ട് ദൈവത്തിന്റെ സഭ ദൈവത്തിലേക്ക് വരുവാനുള്ള അവസാനത്തെ സന്ദേശമാണ് ഈ ജനറൽ കൺവെൻഷന് ദൈവത്തിന്റെ ആത്മാവ് പകരുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ ചോദിക്കുന്നു, ദൈവത്തെക്കാൾ സംരക്ഷകൻ വേറെ ആരുണ്ട് ലോകത്തിൽ? ദൈവത്തെക്കാൾ വലിയ സംരക്ഷകൻ ആരുണ്ട്? ഇന്ന് രാത്രി ദൈവത്തിന്റെ സഭയെ അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. യഹോവ ഭക്തൻ നിലവിളിച്ചു, അവന്റെ നിലവിളിക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു ദൈവം അന്നും ഇന്നും എന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഒരു ഭാര്യ ജീവിച്ചിരിക്കെ തെറ്റായ വഴിയിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു ആത്മീയർ എന്ന് പറയുന്ന സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ഇന്ന് രാത്രി നീ കേൾക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാ പറയുന്നത്, നിന്റെ ജീവിത പങ്കാളിയെ മാത്രമല്ല നീ ചതിച്ചത്, നിനക്ക് വേണ്ടി ഹാർട്ട് പറിച്ചു തന്ന ദൈവത്തെ കൂടെയാണ് നീ വഞ്ചിച്ചതെന്ന് ഇന്ന് രാത്രി ഓർക്കണം. ഈ പുസ്തകത്തിന് നിരക്കാത്ത രഹസ്യ പരസ്യ നടപടികളിൽ പോകുന്ന അസംബ്ലി സംഘോളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരവിനെ തൊടുന്നതിന് മുമ്പ്, ദൈവത്തിന്റെ ശിക്ഷ നിന്റെ മേൽ വരുന്നതിന് മുമ്പ്, മലാക്കി പ്രവചന പുസ്തകം 3:5 വായിക്കുന്നു, ന്യായവിധിക്കായി ദൈവം അടുത്തു വരുന്നതിന് മുമ്പ് ഇന്ന് രാത്രി വിളിച്ചു പറ, കർത്താവേ ഞങ്ങൾ പാപം ചെയ്തു പോയി, ഈ ലോകത്തിന് മറ്റെന്തിനേക്കാൾ എനിക്ക് എന്റെ ദൈവത്തെ കണ്ടാൽ മതി. ഈ രാത്രി ആര് പറയും അവന് വേണ്ടി സ്വർഗം തുറന്നിറങ്ങി വരുന്ന രാത്രിയാണ് ഈ രാത്രി. ഏറ്റവും ഒടുവിലായി ഒരു ചിന്ത കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ പ്രഭാതത്തിൽ തലേ ദിവസം തന്നെ യേശുക്രിസ്തുവിന്റെ കല്ലറ സന്ദർശിക്കാൻ മദ്രക്കാരത്തി മറിയയും അതോടൊപ്പം മറ്റു ചില സ്ത്രീകളും കൂടി തയ്യാറായി. അവരതിനു വേണ്ടി സുഗന്ധവർഗ്ഗങ്ങൾ തയ്യാറാക്കി
അതിരാവിലെ ബൈബിളിന്റെ ഭാഷയിൽ പറയുന്നു, അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ അവർ വീട്ടിൽ നിന്നും ഇറങ്ങി. യാത്ര അല്പദൂരം ചെല്ലുമ്പോൾ ഒരു ദൂത് വരുന്നു, ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും. സ്വാഭാവികമായി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ 3 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ച് ആ കല്ലുരുട്ടാൻ നിൽക്കുന്നതിന് പകരം മറിയ പറഞ്ഞത്, ഞാൻ എന്റെ ഭൗതിക നേട്ടത്തിന് വേണ്ടിയോ എന്റെ വ്യക്തിപ്രഭാവത്തിന് വേണ്ടിയോ അല്ല ഞാൻ ഈ തൈലക്കുപ്പിയുമായി ഇറങ്ങിയത്, എന്നെ രക്ഷിച്ച എന്റെ യേശുവിന്റെ ഭൗതിക ശരീരം ഒന്ന് കാണുവാൻ, ഡെഡ് ബോഡി ഒന്ന് കാണുവാൻ ഞാൻ ഇറങ്ങി. അതുകൊണ്ട് തന്നെ തടസ്സത്തിന്റെ പുറകെ പോകാതെ, പോരാട്ടത്തിന്റെ പുറകെ പോകാതെ, ശത്രുതയുടെ പുറകെ പോകാതെ, വൈരാഗ്യത്തിന്റെ പുറകെ പോകാതെ, ആഭിചാരത്തിന്റെ പുറകെ പോകാതെ, വിളിച്ച ദൈവം വിശ്വസ്തനാകയാൽ ആ മുഖത്തേക്ക് നോക്കി യാത്ര മുന്നോട്ട് ചെന്നു. പക്ഷെ നിങ്ങൾ കേൾക്കണ്ടേ, കല്ലറയ്ക്ക് ചെന്നപ്പോ വഴിയിൽ കേട്ട തടസ്സമല്ല അവിടുത്തെ പ്രശ്നം. എന്താണ് കാര്യം? കല്ല് ഒരു കൈയും തൊടാതെ കല്ല് മാറിയിരിക്കുന്നു, കല്ലറ തുറന്നു കിടക്കുന്നു. പക്ഷെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു പ്രശ്നം അവരുടെ കണ്ടു. യേശുക്രിസ്തുവിനെ കണ്ടില്ല. ഇത് കണ്ടിട്ട് ബാക്കി 2 സ്ത്രീകളെ കുറിച്ച് വേദപുസ്തകമൊന്നും പറയുന്നില്ല. പക്ഷെ മധുരക്കാരത്തി മറിയ ശിഷ്യന്മാരുടെ വീടുകളിലേക്ക് ഓടി. അവിടെ ചെന്നു ഉറക്കപ്പായിൽ കിടക്കുന്ന പത്രോസിനെയും യോഹന്നാനെയും വിളിച്ചുണർത്തി. അവൾ പറഞ്ഞു, ഞാൻ യേശുവിന്റെ കല്ലറയ്ക്കൽ പോയിട്ടാണ് വരുന്നത്, യേശുവിനെ ഞാൻ കണ്ടില്ല. ആ യേശുവിനെ കണ്ടില്ല എന്ന് കേട്ട മാത്രയിൽ പത്രോസും യോഹന്നാനും കൂടി ഒരുമിച്ച് ഓടി. എങ്കിലും പ്രായത്തിൽ കുറഞ്ഞ യോഹന്നാൻ പ്രായത്തിൽ കൂടിയ പത്രോസിനേക്കാൾ വേഗത്തിൽ കല്ലറയ്ക്ക് വന്നു. കല്ലറയുടെ ഉള്ളിൽ കടന്നില്ലതാനും. അടുത്ത വചനം പറയുന്നത്, അവൻ അവിടെ നിന്ന് എത്തി നോക്കി, ശീലകൾ കിടക്കുന്നത് കണ്ടു, തൃപ്തനായി അവിടെ നിന്നു. തൊട്ടു പുറകെ വന്ന പത്രോസ് ആ കല്ലറയുടെ അകത്തേക്ക് ഇറങ്ങി. ബൈബിൾ പറയുന്നു, അവൻ അകത്ത് കയറി തിരിച്ചു വന്നു. അവരുടെ സംഭാഷണം ഒന്ന് എന്റെ ഭാവനയിൽ പറയാം. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു, അച്ഛാ എന്ത് കണ്ടു? പത്രോസ് തിരിച്ചു ചോദിച്ചു, ഇയാൾ എന്ത് കണ്ടു? അയാൾ പറഞ്ഞു, ഞാൻ ഇവിടെ നോക്കിയപ്പോ ശീലകൾ കണ്ടു. നീ എന്ത് കണ്ടു? അപ്പൊ പറഞ്ഞു, നീ കണ്ട ശീലയേക്കാൾ കൂടുതൽ ഞാൻ റൂമാലും കൂടി കണ്ടു. നിങ്ങൾ നോക്കൂ, 3.5 കൊല്ലം യേശുക്രിസ്തുവിന്റെ പുറകെ നടന്നിട്ട് ഒരു നാണവും മാനവുമില്ലാതെ ഉയർപ്പിന്റെ പ്രഭാതത്തിൽ റൂമാലും ശീലയും കണ്ട് 2 പേർ മടങ്ങുമ്പോൾ മധുരക്കാരത്തി സ്ത്രീ മാത്രം, ആരുടെയും സപ്പോർട്ടില്ല, ഒരാളിന്റെ പോലും കരുതലില്ലാത്ത ആ സ്ത്രീ അവൾ ഒറ്റയ്ക്ക് അവളെ മാറോട് ചേർത്ത് പിടിച്ച തൈലക്കുപ്പിയുമായി ആ കല്ലറയ്ക്കിലേക്ക് കുനിഞ്ഞു നോക്കും. എന്നിട്ട് അവൾ ഉയരത്തിലേക്ക് നോക്കി കരയും. കുറെ സമയം കഴിയുമ്പോൾ എന്റെ ഭാവനയിൽ ഉയർത്തെഴുന്നേറ്റ് ബദ്ധന്മാരെയും പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന യേശുക്രിസ്തു ഈ ആകാശമണ്ഡലം കഴിഞ്ഞു, ചന്ദ്രകുടുംബം കഴിഞ്ഞു, സൂര്യകുടുംബം കഴിഞ്ഞു, നക്ഷത്ര കുടുംബം കഴിഞ്ഞു, സ്വർഗത്തിന്റെ മദീസയോട് അടുക്കുമ്പോഴാണ് മറിയയുടെ കണ്ണുനീരിന്റെ ശബ്ദം കേട്ടു. നോക്കൂ, അവിടം വരെ പോയേച്ച് തിരിച്ചു വരാം, അവൾ ഇച്ചിരി കൂടെ അവിടെ നിൽക്കട്ടെ എന്ന് വേണമെങ്കിൽ യേശുവിന് ഹെഡ്ലൈറ്റ് കാണിക്കാമായിരുന്നു. ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. ലോകത്തിൽ ഹെഡ്ലൈറ്റ് കാണിക്കാൻ കഴിയുന്ന ഒരേ ഒരുവൻ അത് യേശുക്രിസ്തു ആയിരുന്നു. ആ യേശു യാത്ര പകുതി വഴിയിൽ നിർത്തിയിട്ട് ബൈബിൾ പറയുന്നു, അവിടെ നിന്ന് തന്റെ പൈതലിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് മറിയോട് മറിയേ എന്ന് വിളിച്ചു. അപ്പൊ തേജസ്കരിക്കപ്പെട്ട യേശുവിന്റെ സ്വരവും പഴയ യേശുക്രിസ്തുവിന്റെ ശബ്ദവും തമ്മിൽ അല്പ വ്യത്യാസം എന്നതുകൊണ്ട് അവൾ വിചാരിച്ചു തോട്ടക്കാരനായിരിക്കും എന്ന് കരുതിയിട്ട് പറഞ്ഞു, യജമാനനെ എന്റെ കർത്താവിനെ എവിടെ കൊണ്ട് വച്ചേക്കെന്ന് പറ, ഞാൻ എടുത്തുകൊണ്ട് പോകാം. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. മരിച്ചു 3 ദിവസമായി നാറ്റം വെച്ച യേശുവിന്റെ ശരീരം ഞാൻ എടുത്തുകൊണ്ട് പോകാം എന്ന് പറയുമ്പോൾ യേശുവിന് മനസ്സിലായി, അവർക്ക് തന്നെ മനസ്സിലായിട്ടില്ല. യേശു ഒന്നുകൂടി അവളെ ഒന്ന് വിളിച്ചു, മറിയേ എന്ന് വിളിക്കുമ്പോൾ അവർ തിരിഞ്ഞു നോക്കി. ശബ്ദ ക്രിസ്തുവിനെ കാണാൻ വന്നവർ കണ്ടത് ഉയർത്തെഴുന്നേറ്റ് തേജസ്സോടെ നിൽക്കുന്ന ക്രിസ്തുവിനെയാണ്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ലോകത്തിന്റെ ചരിത്രത്തിൽ നമ്മെ പോലെ ഭാഗ്യം ലഭിച്ച വേറൊരു തലമുറ ലോകത്തിലില്ല. നാം ഇന്ന് രാത്രി മനസ്സ് വെച്ച് നേരത്തെ ആമുഖങ്ങൾ സൂചിപ്പിച്ചതുപോലെ പാപത്തിന്റെ വഴിയെ വിട്ട്, അശുദ്ധിയുടെ നടപടികളെ വിട്ട്, ദൈവത്തോടുള്ള വെല്ലുവിളി വിട്ടിട്ട്, അഹങ്കാരവും നിഹളവും വിട്ട്, മത്സരബുദ്ധി വിട്ടിട്ട് ഇന്ന് രാത്രി ദൈവത്തോട് കരയാൻ തയ്യാറാകുന്നു എങ്കിൽ പെട്ടിക്കകത്തിരിക്കുന്ന യേശുവിനെ അല്ല നാം കാണാൻ പോകുന്നത്. തേജസ്സോടെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണാൻ ഭാഗ്യം ലഭിച്ച ദൈവസഭയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ ലോകത്തിലെ സമ്പത്തിനേക്കാൾ, ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാൾ
ചെല്ലുമ്പോൾ യേശു പറഞ്ഞു, എന്നെ തുടരുത്, ഞാൻ ഇതുവരെയും പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. അതിന്റെ അർത്ഥം അവിടെ എത്തുന്നതിന് മുമ്പ് യേശു തന്റെ പൈതലിന് വേണ്ടി തിരിച്ചു വന്നു എങ്കിൽ, 2 or 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് ഉറപ്പ് പറഞ്ഞ യേശു ഇന്ന് രാത്രി ദൈവജനത്തോട് വിളിച്ചു പറയുന്നു, പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് എവിടെയെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ ഒന്ന് തിരുത്തി ദൈവത്തിലേക്ക് മടങ്ങി വരാൻ നീ തയ്യാറാകുന്നു എങ്കിൽ ഇന്ന് രാത്രി ഊഹാപോഹമല്ല, അക്ഷരാർത്ഥത്തിൽ അവിടുത്തെ തേജസ് വാരി ഉടുത്തവരായി ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഇറങ്ങി വന്ന് ഏത് പ്രതിസന്ധിക്ക് പരിഹാരം വരുത്തി അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവപ്രവർത്തിയുടെ തുടക്കമായി ഈ പ്രഥമരാത്രി മാറേണ്ടതിന് വരുന്ന ദിവസങ്ങളിൽ ആണിപ്പോഴത്തെ യേശുവിന്റെ കരം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും ലോകമെമ്പാടും ദൈവപ്രവർത്തിയുടെ ചലനമുണ്ടാകാൻ ഈ പ്രഥമരാത്രി ദൈവജനം മടങ്ങി വരുന്നു എങ്കിൽ അതൊരു അനുഗ്രഹമായി മാറും. ഞാൻ നിങ്ങളെ ഇന്ന് രാത്രി ക്ഷണിക്കുന്നു. എങ്ങനെ വരണം? മുടിയൻ പുത്രനെ പോലെ വിളിച്ചു പറ, ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തു പോയി. യേശുവേ, ഞാൻ സ്വർഗത്തോട് പാപം ചെയ്തു. യേശുവേ, ഞാൻ അങ്ങയോട് പാപം ചെയ്തു. ഇന്ന് രാത്രി മുടിയൻ പുത്രൻ മടങ്ങി വന്നതുപോലെ മടങ്ങി വരാൻ നിനക്ക് കഴിയുന്നു എങ്കിൽ ഇന്ന് രാത്രി അത്ഭുതത്തിന്റെ രാത്രിയായി മാറും. ഇസ്രായേലിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു, ന്യായപ്രമാണം വായിച്ച് കേട്ടപ്പോൾ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അവർ ദൈവത്തിന് മുമ്പാകെ കരഞ്ഞു. ഇന്ന് രാത്രി അനുതാപത്തോടെ, കണ്ണുനീരോടെ, നിലവിളിയോടെ, ഭയഭക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തിലേക്ക് മടങ്ങി വരാൻ ആര് തയ്യാറാകും? മദ്രക്കാരത്തി മറിയ യേശുവിന്റെ ഉയർപ്പ് ലോകത്തോട് ആദ്യം വിളിച്ചു പറയാൻ ഭാഗ്യം ലഭിച്ചത് ആ സാധു സ്ത്രീക്കാണ്. കാരണമെന്ത്? അവിടെ ആഗ്രഹം ഈ ലോകത്തിൽ മധ്യത്തിനേക്കാൾ എനിക്ക് ദൈവത്തെ കാണണം. എന്തിനു നമ്മൾ മടങ്ങി വരണം? ദൈവത്തെ കാണാൻ, യേശുവിന്റെ പൊന്നുമുഖത്തെ കാണാൻ. ഈ ഭൂമിയിൽ നിന്റെ കണ്ണടയുമ്പോൾ അടുത്ത നിമിഷം നീ കണ്ണു തുറക്കുന്നത് നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിന്റെ മുമ്പിലാകണമെന്ന് ആഗ്രഹമുള്ള എത്ര പേർ ഇന്ന് രാത്രി ഗ്രൗണ്ടിലുണ്ട്? ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ ലോകത്തിൽ, ഈ ശരീരത്തിൽ നിന്ന് എന്റെ പ്രാണൻ വിടുന്ന അടുത്ത നിമിഷം യേശുവേ അവിടുത്തെ മുഖം എനിക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? അവർ ഇന്ന് രാത്രി ദൈവത്തിലേക്ക് മടങ്ങി വരണം. അവർ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കരയാൻ തയ്യാറാകണം. ഇന്ന് രാത്രി കണ്ണുകളെ അടയ്ക്കാമോ? തലകളെ അടക്കാമോ? ഒരു നിമിഷം വേഗത്തിൽ ആ സ്ഥാനങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാം പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം എഴുന്നേറ്റ്